ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ്. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുവന്ന ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓരോ 2-3 ബാഗുണ്ട്. ഓരോ സമയത്തും ഓരോ ബാഗ് കൊണ്ടുപോകും. നൈറ്റൊക്കെ ആണെങ്കിൽ ബാഗാണ് കൊണ്ടുപോകാറുള്ളത്. അല്ലാത്ത ഡേ ഡ്യൂട്ടീസൊക്കെ ആണെങ്കിൽ മോർണിംഗ് ഈവനിങ് ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ ഈ ബാഗാണ് കൊണ്ടുപോകാറുള്ളത്. ഈ ഇതിനെക്കുറിച്ച് ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്. നല്ലൊരു ടോട്ടെ ബാഗാട്ടോ. നമ്മുടെ യൂണിഫോമും ചോറും ഇതിനകത്ത് വെക്കാം. പക്ഷേ യൂണിഫോമും ചോറും ഒക്കെ വെക്കുമ്പം ചോറ് ചൂടുള്ളതായിരിക്കുമല്ലോ, അപ്പോൾ ഫോണും ഒക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലോ എന്ന് കരുതി ചോറ് നല്ല ചൂടുള്ള ചോറാണെങ്കിൽ ഞാൻ കയ്യിൽ പിടിക്കുകയോ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബാഗ് നല്ല ബാഗാട്ടോ. കുറേ നാളായി മേടിച്ചത്. 400 സംതിങ് ആയിരുന്നു ബാഗിന്. നല്ല ത്രെഡ് വർക്കൊക്കെ ഉള്ള നല്ല ബാഗാണ്. നമുക്കപ്പം ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നല്ലൊരു ടോട്ടെ ബാഗാട്ടോ ഇത്. ബാഗിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. പിന്നെ ഒരു കുഞ്ഞൊരു പൈസയൊക്കെ വെക്കുന്നതിനെ കുറിച്ചൊരു കുഞ്ഞ് കമ്പാർട്ട്മെൻറ്റ്, ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആദ്യം ഒരു കൂട്. നമ്മുടെ തൊടുപുഴയുടെ സ്വന്തം സീമാസിൻ്റെ തുണിക്കൂടാണ്. കുഞ്ഞു തുണിക്കൂട്. ഇതിലാകുമ്പോൾ എൻ്റെ യൂണിഫോം കറക്റ്റായിട്ടിരിക്കും. ഇത് യൂണിഫോം ഇതിനകത്തുണ്ട്. യൂണിഫോം സോക്സ് അത് ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. കുട നമുക്ക് ജോൺസൺസ് ബേബിയുടെ കുട. അധികം ആർക്കും ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് കുട മേടിച്ചതെന്ന് വെച്ചാൽ മഴക്കാലം വരുമ്പോൾ കുട നിവർത്തി വയ്ക്കുമ്പോൾ മാറിപ്പോതിരിക്കാനാട്ടോ. ഒരു കുട ഉച്ചയ്ക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുട അത്യാവശ്യമാണ്. മഴക്കാലം അല്ലെങ്കിലും കുട അത്യാവശ്യമാണ്. കാരണം നമ്മളീ കൂടുതൽ സമയം വീട്ടിലും അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ഫുൾ എയർ കണ്ടീഷനാണ്. അപ്പം ആ തണുപ്പത്തുനിന്ന് ചൂടത്തോട്ട് ഇറങ്ങുമ്പോൾ മുഖമൊക്കെ ഭയങ്കരമായിട്ട് പൊള്ളും. അപ്പം എപ്പോഴും ഒരു കുട. അതുമല്ല, നമ്മൾ അനാവശ്യമായിട്ടുള്ള സൺ എക്സ്പോഷറിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എസെൻഷ്യലായിട്ടുള്ള ഒരു കുടയുണ്ട്. എപ്പോഴും ഇതിനകത്തുണ്ടായിരിക്കും. പിന്നെ അത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് കേട്ടോ, അതിൻ്റെ ഇത് പോയി. ഇതിനകത്ത് അത്യാവശ്യം നമ്മുടെ ATM കാർഡ്, കുറച്ച് പൈസകൾ, അങ്ങനെ ലൊടുക്ക്, പിന്നെ എൻ്റെ പേഴ്സിനകത്തും ഒന്നും പ്രത്യേകിച്ചില്ല. പൈസ ഇതിനകത്തും ATM കാർഡ് സംഗതികളൊക്കെ കേട്ടോ. ഇതേ പൈസ, ATM കാർഡ്, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു പൗച്ചുണ്ട്. പിന്നെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇങ്ങോട്ടേക്ക് കുടഞ്ഞിടാം. എല്ലാവരുടെയും കയ്യിൽ കാണുന്ന കുട്ടിലൊട്ടിലൊടുക്കൊക്കെ സാധനങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ കയ്യിലും ഉള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ പൗച്ചിനുള്ളിൽ എന്നൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ ID കാർഡാട്ടോ, മാറ്റി വെച്ചേക്കാം. പിന്നെ ഒരു ഡയറി. ഈ ഡയറിയിൽ അത്യാവശ്യം വേണ്ട ഡോസിൻ്റെ കാൽക്കുലേഷൻ കണ്ടോ, കാൽക്കുലേഷൻ. ഇതേ എങ്ങനെയാണ് ഡൈലൂഷൻ വരുന്നത്. നമുക്ക് ഞാൻ എമർജൻസിയിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ എമർജൻസിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഇൻഫ്യൂഷൻ്റെ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്ന ഡയറി കേട്ടോ. ഉള്ളത് നല്ലതാണ്. ചില കാര്യങ്ങൾ എല്ലായ്പ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ നമുക്ക് മറന്നു പോകും. അപ്പോൾ കയ്യിൽ ഇങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും വേഗം എടുത്ത് നോക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഡയറി. പിന്നെ ക്രഞ്ചീസ്, പിന്നെ നെറ്റുണ്ട് കേട്ടോ. ഇത് നെറ്റ് ഇടണം തലയിൽ. അപ്പം നെറ്റ് അത്യാവശ്യമാണ്. ഞാൻ ഇത് കൂട്ടൊരു നെറ്റായി യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ നെറ്റ്. പിന്നെ ഇൻവെൻട്രിയുടെ പേപ്പർ അല്ലേ, അതേലോ, ഇൻവെൻട്രിയുടെ പേപ്പർ. നമുക്ക് ഓരോ ദിവസം ഓരോ കൺസ്യൂമബിൾ, മെഡിക്കേഷൻ, അങ്ങനെ ഓരോ ഇൻവെൻട്രിയാണ്. ഇത് കൺസ്യൂമബിളുടെ ഇൻവെൻട്രിയുടെ ഒന്ന് കുറവുള്ളത് എഴുതി തന്ന സാധനങ്ങൾ പേപ്പറാണ്. അത് ഈ ബാഗിനകത്ത് കിടന്നതാട്ടോ. ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്നും കരുതൊന്നും ക്ലീൻ ആക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ ഇത് വണ്ടിക്കൂലി, ടിക്കറ്റ്, പിന്നെ ക്ലിപ്പ്, ഇതൊക്കെ തന്നെയായിരിക്കും കൂടുതൽ. ക്ലിപ്പ്, എൻ്റെ വാച്ച്, പിന്നെ പേനകളൊരു അത്യാവശ്യ ഘടകമാണ്. ഏറ്റവും കൂടുതൽ ഇത് കൊച്ചിൻ്റെ വള. അവൾ ബാഗ് തപ്പിയപ്പം കൊണ്ടുവന്നിടുന്നതാണ് ഈ സാധനങ്ങളൊക്കെ കേട്ടോ. അവളുടെ വള. പിന്നെ ഒരു ബ്ലാക്ക് പേന വേണം, റെഡ് പേന വേണം, ബ്ലൂ പേന വേണം. പിന്നെ ഒരു മാർക്കർ വേണം. മാർക്കറിൽ നമ്മൾ ക്യാനിലിടുമ്പം ഡേറ്റും ടൈം എഴുതി വയ്ക്കാൻ, പിന്നെ IV ബോട്ടിൽസിൽ കൂടെ എഴുതി വയ്ക്കാൻ, അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ മാർക്കർ അത്യാവശ്യം. റെഡ് പെൻ, ബ്ലൂ പെൻ, ബ്ലാക്ക് പെൻ, ഇത്രയും അത്യാവശ്യം. ഏറ്റവും കൂടുതൽ കാണാതെ പോകുന്നതും ഈ സാധനങ്ങളായിരിക്കും.
ഇതുണ്ടോ, ഇതൊന്നും ഇതിൻ്റെ ക്യാപ്പല്ല, ക്യാപ്പൊന്നും കാണാനില്ല. ഈ പൗച്ച് നോക്കാം. ഈ പൗച്ചിലാണ് ഈ സാധനങ്ങളൊക്കെ ഇടേണ്ടത്. പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് ഓടുന്ന തല്ലിപ്പടയ്ക്ക് ഇതെല്ലാം ബാഗിലോട്ട് ഊരിയിട്ടിട്ടാണ് പോവുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കള്ളി ഓൾറെഡി പോയി. 3 കള്ളിയുള്ളൊരു പൗച്ചാട്ടോ. ഓരോ കള്ളിയിൽ എന്നൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ കൈ പിടിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ടാട്ടോ ഈ ഒറ്റക്കൈ അഭ്യാസമൊക്കെ കാണിക്കുന്നത്. ഒരു സ്റ്റാൻഡുണ്ട്, പക്ഷെ അതിൽ വെച്ചിട്ട് സെറ്റാവുന്നില്ല വീഡിയോ എടുക്കൽ. അതുകൊണ്ടാട്ടോ. ഇതിനകത്തുള്ളത് നമുക്കങ്ങ് കമത്തിയിടാം, അപ്പം നോക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ഇതിലുള്ളതും എക്സ്ട്രാ പേന, മാർക്കർ, പിന്നെ ഒരു ചീപ്പ്, ക്രഞ്ചീസ്, നെറ്റ്, ബനാന ക്ലിപ്പ്, പിന്നെ ഇങ്ങനെ സ്മെല്ലുള്ള അത്തറ് പോലത്തെ ഇത്. സ്പ്രേ ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ അത്തറ് പോലെയുള്ള ഇങ്ങനെ മേത്ത് തൂക്കുന്നത്, എന്തെങ്കിലും ഒന്ന് തൂക്കണം നമുക്ക്, അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടായാലോ. പിന്നെ ആലം സ്റ്റോണ് കുളിച്ച് കഴിഞ്ഞ് തൂക്കുന്നതുകൊണ്ട് വേർപ്പ് മണം വരാറില്ല, പക്ഷെ നല്ലൊരു സ്മെല്ലിന് വേണ്ടി. കുട്ടിക്കൂറയുടെ തീർന്നു. ഇതൊക്കെ 50 രൂപയുള്ളൂ. ഇതിന് 50 രൂപ കുട്ടിക്കൂറയ്ക്ക്. ഇതിനൊരു നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ സ്മെല്ല് പേരൊന്നുമില്ല ഇതിനകത്ത്. ഇതിന് 100 രൂപയാവും. പിന്നെ ഡോവെന്ന് എഴുതിയത് ഒരെണ്ണം മേടിക്കാറുണ്ട്. നേരത്തെ അണ്ടർആം റോൾ ഓൺ മേടിക്കുമായിരുന്നു, പക്ഷെ അത് യൂണിഫോമിൻ്റെ ആ ആക്സിലയുടെ ഭാഗത്തൊരു വൈറ്റ് ഒരു പാച്ച് പോലെ, അത് എത്ര കഴുകിയാലും അങ്ങനെ വരും. അതുകൊണ്ട് അത് യൂസ് ചെയ്യാറില്ല. ഇപ്പം ആലം സ്റ്റോണ് യൂസ് ചെയ്യും കുളിച്ചതിന് ശേഷം. പിന്നെ ഇത് കൂട്ടുള്ളതും തൂക്കും. പിന്നെ ഹിമാലയയുടെ ഒരു ഫേസ് വാഷ് തീരാറായിട്ടുണ്ട്. ഇപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല, നൈറ്റിൻ്റെയൊക്കെ സമയത്താട്ടോ. നൈറ്റിൻ്റെ സമയത്ത് ഇതിനകത്ത് ഒരു പേസ്റ്റും ബ്രഷും കയറും. പല്ല് തേക്കാറൊന്നുമില്ല, കാരണം രാത്രി ചെല്ലുന്നത് പോലെ തന്നെ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് തിരിച്ച് വരുന്ന ഫീലിങ്ങേ ഉള്ളൂ. അല്ലാതെ ഉറക്കവും അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് പല്ല് തേപ്പൊന്നുമില്ല. പിന്നെ ഉള്ളത് ഐടെക്സിൻ്റെ കാജൽ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐടെക്സിൻ്റെ ഹിമാലയയുടെ ഒക്കെ യൂസ് ചെയ്യും കേട്ടോ, കടയിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്. ഹിമാലയ, ഈ ഐടെക്സിൻ്റെ ഞാനിപ്പോൾ ഈ കാജൽ ആദ്യമായിട്ടാട്ടോ മേടിക്കുന്നത്. ഹിമാലയയുടെ യൂസ് ചെയ്യാറുള്ളത്. ഇത്തവണ എന്തപ്പോൾ അത് എപ്പോഴും കുഞ്ഞ് ഇതാണ് മേടിക്കാറുള്ളൂ, വലുത് മേടിക്കാറില്ല. അപ്പോൾ ഈ തവണ ചെന്നപ്പോൾ ഹിമാലയയുടെ വലുതായിരുന്നു ഇരിക്കുന്നത്. അതുകൊണ്ട് ഐടെക്സിൻ്റെ കുഞ്ഞിത് കിട്ടിയപ്പോൾ അതങ്ങ് മേടിച്ചതാട്ടോ. പിന്നെ പഴയ വാച്ചിൻ്റെ ഒരു പീസ്, കുറച്ച് ചില്ലറകൾ, പൊട്ട് തീർന്ന പൊട്ടിൻ്റെ കവർ, ചീപ്പ്. പിന്നെ നമ്മുടെ മാമാ എർത്തിൻ്റെ ബീട്രൂട്ട് ടിൻറ്റഡ് ലിപ് ബാം. ഇത് എൻ്റെ 3ാമത്തെ ബോട്ടിലാണ്, 3ാമത്തെ ലിപ് ബാം ആട്ടോ. ഈ സെയിം തന്നെ. ആദ്യം ഒരു കൊക്കോ മേടിച്ചായിരുന്നു, അതെൻ്റെ ഇത് ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഈ ബീട്രൂട്ട് ചുമ്മാ മേടിച്ച് നോക്കിയതാണ്. പക്ഷേ ഇത് നല്ലതാട്ടോ, നല്ല മോയ്സ്ചറൈസേഷൻ നൽകും. 3ാമത്തെ ഈ ബീട്രൂട്ടിൻ്റെ എൻ്റെ ഇത് 3ാമത്തെ ആട്ടോ, മാമാർത്തിൻ്റെ 300 സംതിങ് ആയിരുന്നു എൻ്റെ റേറ്റ്. നല്ല ലിപ് ബാം ആട്ടോ, നല്ല മോയ്സ്ചറായിട്ട് വെക്കും. ഞാനൊരു കുറേ 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ലിപ് ബാം. ആദ്യം ഞാൻ കൊക്കോയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഞാൻ ബീട്രൂട്ടിൻ്റെ, ഇപ്പോൾ കുറേ ആയിട്ട് ഒരു 2 വർഷത്തോളമായിട്ട് ഈ ബീട്രൂട്ടിൻ്റെ ആട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ലിപ് ബാമാണ്. ചുണ്ടിനൊരു ടിൻറ്റ് തരുകയും ചെയ്യും നമുക്ക്. ഒത്തിരി അങ്ങ് ഇട്ടതുപോലെ തോന്നത്തുമില്ല. നല്ല മോയ്സ്ചറൈസേഷൻ ആട്ടോ. ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത്രയും സ്ഥാവര ജംഗമ വസ്തുക്കളാണ് എൻ്റെ ഡ്യൂട്ടി ബാഗിലുള്ളത്. എല്ലാ ലൊട്ടിലൊടുക്കും ഉണ്ട്. ഇതിൽ ചില സമയങ്ങളിൽ വ്യത്യാസം വരും കേട്ടോ. ചോറും പാത്രം കാണും, പിന്നെ നൈറ്റിൻ്റെ സമയമാണെങ്കിൽ ഒരു പേസ്റ്റും ബ്രഷും കാണും. അങ്ങനത്തെ ലൊട്ടിലൊടുക്കമൊക്കെ സാധനങ്ങൾ. ആദ്യം ഭയങ്കര ഓർഗനൈസ് ചെയ്ത് പൗച്ചിനകത്തിടലും സിപ്പ് ലോക്കിനകത്ത് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ആയി കഴിഞ്ഞപ്പോൾ ഈ തിരിച്ച് ഓടിപ്പറഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് ഓടിപ്പടച്ച് വരുമ്പോൾ ഇതൊന്നും ചെയ്യൽ നടക്കില്ല. അതുകൊണ്ട് എല്ലാം കൂടി ഒറ്റയടിക്കിടും. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് എൻ്റെ ബാഗിലുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.